ഹലോ ഗൈസ്, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ബീറ്റ് ഷേക്കാണ്. കഴിഞ്ഞ തവണ നമ്മൾ ബീറ്റിന് പറ്റിയൊരു എഫക്റ്റാണ് നോക്കിയിരുന്നത്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ബീറ്റിന് പറ്റിയൊരു ഷേക്കാണ്. അപ്പം പ്രോജക്റ്റ് ഓപ്പൺ ആക്കുക, ക്രിയേറ്റ് പ്രോജക്റ്റ് കൊടുക്കുക, നമ്മളൊരു വീഡിയോ ഇമ്പോർട്ട് ചെയ്യുകയാണ്. ഓക്കെ, ഞാനിവിടെ വീഡിയോ ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ട്. സോങ് ഞാൻ ആഡ് ചെയ്യുന്നില്ല, കോപ്പി റൈറ്റിലുള്ളതുകൊണ്ടാണ്. ഫസ്റ്റ് ആ ലെയർ ഒന്ന് സെലക്ട് ചെയ്യുക, എഫക്ട്സിൽ പോവുക, ആഡ് എഫക്ട്സിൽ പോയിട്ട് ടൈൽസ്. ഓക്കെ, ടൈൽസ് ജസ്റ്റ് ഒന്ന് മിറർ ഒന്ന് ഓപ്പൺ ആക്കുക, മിറർ എനേബിൾ ആക്കുക. ഇനി അടുത്ത ആഡ് എഫക്ട്സിൽ പോയിട്ട് മോഷൻ ബ്ലറാണ്. മോഷൻ ബ്ലർ ഒന്ന് കുറയ്ക്കുകയാണ് ഇവിടെ നിന്ന്. നമുക്ക് വീണ്ടും എന്താണെന്ന് വെച്ചാൽ അഡ്ജസ്റ്റ് ചെയ്യാം. വീണ്ടും ആഡ് എഫക്ട്സിൽ പോയിട്ട് ഓസിലേറ്റ്. നമ്മൾ ഒറ്റ എഫക്റ്റ് മാത്രമേ ഇവിടെ ആഡ് ചെയ്യത്തുള്ളൂ. ഓസിലേറ്റ് പുതിയ വേർഷൻ ആയതുകൊണ്ട് ഇവിടെ ഡെപ്ത് ഓർബിറ്റ് എന്നൊക്കെ പറഞ്ഞു വരും. നമ്മൾ ജസ്റ്റ് ആംഗിൾ തന്നെ കൊടുത്താൽ മതി. ആംഗിൾ 45 ആയിരിക്കും ഡിഫോൾട്ടായിട്ട്. നമ്മൾ ജസ്റ്റ് ഒരു 90 +90 അല്ലെങ്കിൽ ഒരു -90 നമുക്ക് ആ ഒരു റേഞ്ച് വയ്ക്കാം. ഓക്കെ, ഇവിടെ +90 ആണ് ഞാൻ നോക്കുന്നത്. ഫ്രീക്വൻസിക്ക് പ്രത്യേകിച്ച് ചേഞ്ച് ഒന്നും വരുത്തണ്ട. മാഗ്നിറ്റ്യൂഡ് നമ്മൾ ജസ്റ്റ് ഒന്ന് 0 ആക്കുക. ഓക്കെ, ആദ്യമേ തന്നെ 0 ആക്കിയിട്ട് 2 കീ ഫ്രെയിംസ് കൊടുക്കുക. ഇത്രയും ഡിസ്റ്റൻസ് വേണം. നമ്മൾ ജസ്റ്റ് ഒന്ന് സ്ട്രെച്ച് ചെയ്യാണ്. ഓക്കെ, ഫസ്റ്റ് കീ ഫ്രെയിം രണ്ടും ഒരേ വാല്യൂ തന്നെയാണ്. ഓക്കെ, ഈ ഒരു ഡിസ്റ്റൻസ് ആയിട്ട് അടുത്ത് വെക്കുക. ഓക്കെ, നമുക്ക് വീണ്ടും എന്താണെന്ന് വെച്ചാൽ ചേഞ്ച് ചെയ്യാം. ഓക്കെ, ഇത് 0 ആയിട്ട് തന്നെ കിടക്കട്ടെ. ഫസ്റ്റ് കീ ഫ്രെയിം വന്നിട്ട് ഒരു 200 അല്ലെങ്കിൽ 250. ഓക്കെ, ആ റേഞ്ച് നമുക്ക് ആദ്യം നോക്കാം. ഒരു 200 കിടന്നോട്ടെ. ഓക്കെ, ഫസ്റ്റ് കീ ഫ്രെയിം ഞാൻ 200 കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് കീ ഫ്രെയിം ജസ്റ്റ് ഒന്ന് എൻഡിങ്ങിലാക്കുക. ഓക്കെ, ഇനി ജസ്റ്റ് പ്ലേ ചെയ്യുമ്പോൾ നമ്മളിത് ബീറ്റ് അനുസരിച്ച് ചെയ്യുക. ഓക്കെ, ഇനിയിപ്പോൾ അടുത്തായിട്ട് വരുന്നപ്പം തൽക്കാലം ബീറ്റ് ഈ ഭാഗത്താണെന്ന് വെച്ചോ. അപ്പോൾ ബീറ്റ് മാർക്ക് ചെയ്യുന്നപ്പോൾ ഇങ്ങോട്ടാണ്. ജസ്റ്റ് ഇവിടെ ടാപ്പ് ചെയ്താൽ മതി. മുമ്പ് ഇവിടെ ആയിരുന്നു, ഇപ്പോൾ വേറെ കുറച്ച് ഓപ്ഷൻസാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഓക്കെ, ബീറ്റ് ഇവിടെ നിന്ന് ജസ്റ്റ് ടൈം സ്റ്റാപ്പിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബീറ്റ് മാർക്കാവും. അപ്പോൾ നമുക്ക് ഓരോ ബീറ്റ് വെച്ചാണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ആ ഒരു ലെയർ ഓപ്പൺ ആക്കുക. ഓസിലേറ്റ് ഒന്ന് ഓപ്പൺ ആക്കിയിട്ട് 0 ആയിരിക്കുമല്ലോ, ആ ഒരു ബീറ്റിലാണ് നമുക്ക് ഷേക്ക് വേണ്ട. ആ ബീറ്റിന് അപ്പുറത്തോട്ടും ഇപ്പുറത്തോട്ടും ഒരു 2-3 ഫ്രെയിംസ് വിട്ടിട്ട് ഒരു 2-3 അല്ലെങ്കിൽ 2 അല്ലെങ്കിൽ 3 ഫ്രെയിംസ് വിട്ടിട്ട് ഒരു കീ ഫ്രെയിം കൊടുക്കുക. സോറി, അത് ആംഗിളിലാണ് വന്നിരിക്കുന്നത്. ഓക്കെ, മാഗ്നിറ്റ്യൂഡിനൊരു കീ ഫ്രെയിം കൊടുക്കുക. അതുപോലെ തന്നെ ഇപ്പുറത്തും കൊടുക്കുക. ഈ ഒരു ബീറ്റ് എത്തുമ്പോൾ മാത്രം മാഗ്നിറ്റ്യൂഡ് ഒന്ന് ചേഞ്ച് ചെയ്യുക. ഓക്കെ, ഒരു 200 അല്ലെങ്കിൽ ഒരു 250. ഓക്കെ, ആ റേഞ്ച് വയ്ക്കുക. കണ്ട, ആ ഒരു ഷേക്ക് കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പം കുറച്ചുകൂടെയൊക്കെ ഒന്ന് അഡ്ജസ്റ്റ്മെൻറ്റ് വരുത്തി കഴിഞ്ഞാൽ ഓക്കെ, സ്മൂത്ത്നെസ് ഒക്കെ കിട്ടും. ഗ്രാഫ് ഇവിടെ റെക്കമെൻഡ് ചെയ്യുന്നില്ല. ഗ്രാഫൊക്കെ ആയിക്കഴിഞ്ഞാൽ നമ്മൾ വീഡിയോ ഒക്കെ ഔട്ട്പുട്ട് എടുക്കുമ്പോൾ നമുക്ക് ഷേക്ക് അറിയാൻ പറ്റത്തില്ല. ഇപ്പോൾ കീ ഫ്രെയിംസ് അടുത്ത് വെച്ച് ചെയ്യുന്നതായിരിക്കും നല്ലത്. കീ ഫ്രെയിംസ് ദൂരോട്ട് വെച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ ഗ്രാഫ് കൊടുക്കണം. അല്ലാത്ത പക്ഷം കൊടുക്കേണ്ട ആവശ്യം. കീ ഫ്രെയിംസ് അടുത്ത് വയ്ക്കുന്നതാണ് നല്ലത്. ഇപ്പം ഗ്രാഫൊക്കെ നമുക്ക് ഒഴിവാക്കാൻ പറ്റും. ഇങ്ങനെയാണ് ആ ഷേക്ക് ചെയ്യുന്നത്. ഇതിൻ്റെ XML ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. താല്പര്യമുള്ളവർ അവിടെ നിന്ന് ഡൗൺലോഡ് ആക്കുക. ഓക്കെ, അപ്പോൾ ഇതുപോലുള്ള വീഡിയോസൊക്കെ ഇനിയും ഉണ്ടാവും. എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.